നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign socialist secular democratic republic. ഓർക്കുക, ആവർത്തിച്ചോർക്കുക, നമ്മുടെ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഈ നട്ടലിലാണ് ഇന്ത്യ എന്ന അതിമഹത്തായ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്. അതിലെ ഒരു കശേരു പോലും ദുർബലപ്പെടാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ആ നട്ടെല്ല ഉറപ്പിച്ചു നിർത്താനുള്ള പോരാട്ട ഊർജം ഇന്നും ഈ നാടിൻ്റെ സിരകളിലുണ്ട്. അങ്ങനെ ഒരു നാട്ടിലാണ് ക്രിസ്മസ് ആഘോഷങ്ങളോട് ചിലർ അസഹിഷ്ണുത പുലർത്തുന്നത്. വിദ്യാലയങ്ങളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുകയും എന്തിന് വഴിയരികിൽ സാന്താക്ലോസിൻ്റെ തൊപ്പിയും ഉടുപ്പും വിൽക്കുന്നവരെ വിരട്ടിയോടിക്കുകയും ചെയ്യുന്ന നാട് എന്ന അപമാനം പേരേണ്ട അവസ്ഥ ഇന്ത്യ എന്ന അതിമഹത്തായ രാജ്യത്തെ ലോകത്തിനു മുന്നിൽ തന്നെ നാണം കെടുത്തുന്നതാണ്. ഉത്തരേന്ത്യയിലെ ചില മതവെറിയന്മാർ മാത്രമായിരുന്നു ഇത്തരം അസഹിഷ്ണുതയുടെ വക്താക്കളെങ്കിൽ മതേതര കേരളത്തിൽ പോലും ഇത്തരം വിഷവിത്തുകൾ തലപൊക്കുന്നു എന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ പോലും അപകടപ്പെടുത്തുന്നതാണ്. ക്രിസ്മസ് പോലെ ഒരു ആഘോഷത്തെ ഇത്രനാളും അത് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ മാത്രം ആഘോഷമായിട്ടല്ല ഈ നാട് കണ്ടിട്ടുള്ളത്. അത് എല്ലാവരുടെയും ആഘോഷമാണ്. നക്ഷത്രവിളക്ക് തൂക്കുന്നതും ക്രിസ്മസ് കേക്ക് മുറിക്കുന്നതും ക്രിസ്ത്യൻ വീടുകളിൽ മാത്രമല്ല, മതം നോക്കിയല്ല സാധാരണക്കാരായ മനുഷ്യർ ആഘോഷങ്ങളിൽ പങ്കാളികളാവുന്നത്. സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാനവികതയുടെയും ഒത്തുചേരലായിട്ടാണ് മനുഷ്യർ ക്രിസ്മസിനെ കാണുന്നത്. അവിടേക്ക് വിഷം തീണ്ടാതെ കാക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ഇന്ത്യക്കാരനുമുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങളോടും എന്തിന് അസഹിഷ്ണുത? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്തു നിന്നും. ശ്രീ അഹമ്മദ് ബാവ, ഈ ക്രിസ്മസ് ആഘോഷങ്ങളെ തടയുന്ന ഒരു കൂട്ടം ആളുകൾ വഴിയരികിൽ നിന്ന് ക്രിസ്മസിൻ്റെ ഈ സാന്താക്ലോസിൻ്റെ തൊപ്പിയും നക്ഷത്രവും ഒക്കെ വിൽക്കുന്ന ആളുകളെ അവിടെ നിന്ന് വിരട്ടി ഓടിക്കുക, പ്രത്യേകിച്ച് ആഘോഷങ്ങൾ ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ നിന്നും പാടില്ല എന്ന് ചിലർ തിട്ടൂരം കൊടുക്കുക, വീടുകളിൽ നക്ഷത്രവിളക്ക് തൂക്കുന്നതിനെ പോലും ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾ തൂക്കില്ല എന്ന് ബോധപൂർവം അങ്ങനെ ഒരു തീരുമാനമെടുക്കുക, അങ്ങനെയൊക്കെ ഈ ആഘോഷങ്ങളോട് ഒരു വിലക്ക് ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനോട് അസഹിഷ്ണുത പുലർത്തുന്ന രീതി അത് ഇന്ത്യ പോലെ ഒരു നാടിന് യോജിച്ചതാണ്? ശ്രീ അഹമ്മദ് ബാബ പറയാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തില് ഒരു 10-12 വയസ്സായ സമയത്ത് തന്നെ വയനാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ ബെനഡിക്ട് ജോർജ് എന്ന് പറയുന്ന ഒരു ഫാദറായിരുന്നു ആ പള്ളിയിലെ അച്ഛൻ. അദ്ദേഹത്തിനെ പോലത്തെ ഒരു നല്ല മനുഷ്യനെ ഞാൻ ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് റിസൾട്ട് അറിഞ്ഞു വരുമ്പോ ആ പള്ളിയുടെ പുറത്തിറങ്ങി നിന്ന് എല്ലാവർക്കും മുട്ടായി കൊടുക്കും. തോറ്റവർക്ക് 2 മുട്ടായിയാണ് കൊടുക്കല്. അവര് പിന്നീട് നന്നായി പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇത് പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, അവിടെ ഈ പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അഹമ്മദ് ബാബ എന്ന് പറഞ്ഞ ഞാന്, പുരുഷോത്തം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, അതുപോലെ തന്നെ എൻ്റെ മുസ്ലിം സമുദായത്തിലും ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുട്ടികളൊക്കെ അവിടെ പോയിട്ട് ഈ പുൽക്കൂടുകളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നിരുന്നു. ആ കാലം ഇനി തിരിച്ചു വരുമോ എന്ന് തോന്നുന്നില്ല. ഇതിപ്പോ UAE-യിലൊരു വലിയ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അവിടുത്തെ ക്രിസ്തുമസ് ആഘോഷത്തിലേക്ക് നമ്മൾ പോയി നിന്നാൽ നമുക്ക് മനസ്സിലാകും എന്താണ് മതസൗഹാർദ്ദം. അല്ലൈൻ എന്ന് പറയുന്ന UAE-ന്റെ ഒരു പ്രവിശ്യയില് എല്ലാ ഞായറാഴ്ചയും അല്ലൈനുള്ള ആ ക്രിസ്തീയ പള്ളിയുടെ അവിടെ 2 പോലീസ് വണ്ടി ഉണ്ടാവും. അവിടെ എന്തെങ്കിലും വിധത്തിലൊരു കുഴപ്പം, കാരണം ഈ പട്ടാണികളും പിന്നെ പാകിസ്ഥാനികളൊക്കെ അധികമായിട്ട് താമസിക്കുന്ന കമ്പനികളുള്ള സ്ഥലമാണത്. എല്ലാ ഞായറാഴ്ചയും ഉണ്ടാവും അത്. ആ പള്ളിയിൽ 2 പോലീസ് വണ്ടി ഷിഫ്റ്റ് ആയിട്ട് അവരുണ്ടാവും. അപ്പോ അതെന്തിനാന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള എന്തെങ്കിലും വരുമ്പോ ഭരണഘടന, ഇപ്പൊ താങ്കൾ ഭരണഘടന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഒക്കെ ശരിയാണ്, ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കുറെ മതഭ്രാന്തന്മാരെ എടുത്തു പോകുന്നതാണ്. എന്റെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പണ്ഡിതന്മാരുണ്ട്,
ഇന്നലെ ഞാനൊരു യൂട്യൂബ് കണ്ടപ്പോ എനിക്ക് ചിരിയാണ് വന്നതെന്നില്ല. ആരാധിക്കണം ആരാധിക്കണമെന്നില്ല, ആ ആഘോഷത്തിൽ പങ്കെടുത്താൽ എന്താ? ഇപ്പൊ എന്റെ വീട്ടിൽ കുറച്ച് ദിവസം മുന്നേ ശബരിമലയിൽ പോയി വന്ന ഒരു സുഹൃത്ത് അരവണ കൊടുത്തയച്ചിരുന്നു. എന്റെ വീട്ടിലുള്ള കുട്ടികൾക്കും എനിക്കും ഒക്കെ വലിയ ഇഷ്ടമായി ഈ അരവണ. അപ്പൊ അത് കഴിച്ചു. ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, ഞങ്ങളെ പ്രാർത്ഥനകൾക്കൊന്നും ഒരു തടസ്സം വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു തരം മതഭ്രാന്തി ഇപ്പൊ വാളയാറിൽ സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ. അത് കേരളത്തിലാണ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ വളരെയധികം ദുഃഖമുണ്ട് സാർ. അപ്പൊ ഇത്തരത്തിൽ വരുമ്പോ ഇതിനെ തടുക്കുക തന്നെ വേണം, ഇതിനെ ചെറുക്കുക തന്നെ വേണം. അത് ഈ ക്രിസ്തീയ മതവിഭാഗത്തിനെ മാത്രം മുന്നിൽ നിർത്തിയല്ല മറ്റുള്ളവരും പങ്കെടുത്ത്. പക്ഷെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ക്രിസ്തീയ പുരോഹിതന്മാരോടുള്ള ഒരു അപേക്ഷ, നിങ്ങൾ ഇനിയെങ്കിലും കണ്ണ് തുറക്കണം, കാതും തുറക്കണം, എന്നിട്ട് ഇത് കാണണം. ഈ വർഷം ക്രിസ്മസ് കേക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇത് മതഭ്രാന്താണ്, ഇതിനെ നമ്മൾ അംഗീകരിക്കരുത്. ഒരു മുസ്ലിമായ ഞാൻ പറയുന്നു, ഞാൻ പുൽക്കൂടുകൾ ഉണ്ടാക്കാൻ പോയിരുന്നു. ആ ജോർജ് ബെനഡിക്ട് എന്ന് പറയുന്ന ആ അച്ഛന് ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ അന്നൊക്കെ കുറേയും കൂടി യാഥാസ്ഥിതികമാണ്. അത് 1975-76 കാലഘട്ടത്തിലാണ്. അപ്പൊ എത്ര ഉണ്ടാവും? എന്റെ വാപ്പയോ ഉമ്മയോ എന്റെ അമ്മാവന്മാരോ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരുടെ വാപ്പ അമ്മയോ അമ്മാവന്മാരോ ഒന്നും അതിനെ എതിർത്തിട്ടില്ല എന്നുള്ള. ക്രിസ്മസ് 24-ാം തീയതി എനിക്കിപ്പോ ഇന്ന് വയനാട്ടിൽ പോകാൻ കഴിയാത്തതിൽ വളരെയധികം സങ്കടത്തിലാണ് ഞാൻ. ശ്രീ അഹമ്മദ് ബാവയുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. താങ്കൾ ജീവിച്ച ഒരു കേരളത്തിൻ്റെ ചിത്രം തന്നെയാണ് താങ്കൾ വരച്ചു കാണുന്നത്. അങ്ങനെയാണ് കേരളം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത്. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്മസിന് പുൽക്കൂടൊരുക്കുന്നതും അല്ലെങ്കിൽ പള്ളികൾ തന്നെ പുൽക്കൂടൊരുക്കുന്നത് പോലും ക്രിസ്ത്യൻ ആണികൾ മാത്രമല്ല, മറ്റുള്ള മതസ്ഥരും എല്ലാവരും ചേർന്നാണ്. കുട്ടികൾ സ്വാഭാവികമായും അവരെ ഇത്തരം ആഘോഷ പരിപാടികളെല്ലാം വളരെ സജീവമായി പങ്കെടുത്ത ഒരു കുട്ടിക്കാലമുള്ളവരാണ് മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ മനുഷ്യരും. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, ക്രിസ്മസ് ആഘോഷത്തോട് പോലും അസഹിഷ്ണുത പുലർത്തുന്ന ആളുകൾ ഉത്തരേന്ത്യയിലെ ചില നാടുകളിലൊക്കെ ആയിരുന്നു ഇത്തരം, അതിപ്പോഴും കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലും ചിലയിടങ്ങളിലൊക്കെ ഇത്തരം ചില വിഷവിത്തുകൾ തലപൊക്കുന്നുണ്ട്. ഇത് ഈ നമ്മുടെ നാടിന്, കേരളത്തിന്, ഇന്ത്യക്കൊക്കെ യോജിച്ചാണോ? നേരത്തെ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, വടക്കേ ഇന്ത്യയിലേക്ക് നോക്കിയാൽ അവിടെ ക്രൈസ്തവരെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലൊരു വന്നു. എന്താണ് ഇതിന് കാരണം? ഇത് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ഇതാണ്. കാരണം കേന്ദ്രം, ഞാൻ ചോദിക്കട്ടെ, എല്ലാം അനുസരിക്കും, മോദി പറഞ്ഞ എല്ലാം അനുസരിക്കുന്നതാണല്ലോ. അപ്പം മോദി പറഞ്ഞാൽ മതി. മോദി ഇത് താലോലിക്കുകയാണ്. നമുക്കറിയാം ബജറംഗ് ദളിന്റെ ഒക്കെ പ്രശ്നം വന്നപ്പോൾ മോദി എന്താണ് ഇടപെട്ടിട്ടുള്ളത്? മോദി പറഞ്ഞാൽ മതി. മോദി പറഞ്ഞാൽ BJP-ക്കാരെ അനുസരിക്കില്ലേ? RSS-കാരെ അനുസരിക്കില്ലേ? ഈ പ്രാവശ്യം എന്താ കേക്കൊന്നും കണ്ടിട്ടുമില്ല. ഇപ്പം നമുക്ക് വാളയാറിൽ തന്നെ കണ്ടില്ലേ അക്രമം, ഒരു മരണമാണ്, ആൾക്കൂട്ട മരണമാണ്. നമ്മൾ നേരത്തെ വടക്കേ ഇന്ത്യയിലേക്കാണ് ചൂണ്ടിക്കാട്ടുന്നത്. നമ്മളിവിടെ ഓരോ പ്രസംഗിക്കും. വടക്കേ ഇന്ത്യയിൽ അവിടെ കാണുന്നില്ലേ മുസ്ലിങ്ങളെയും ഇന്ത്യക്ക് ക്രിസ്ത്യൻസിനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. സാറ് നേരത്തെ പറഞ്ഞു മതേതര രാജ്യമെന്ന്. ഇപ്പോ ഇത് മതേതര രാജ്യമാണോ? ഇപ്പൊ നമുക്ക് പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് വരുന്നത്. മതേതര രാജ്യമെന്ന് ഒരു നേരത്തെ സങ്കല്പം മാത്രമേ ഉള്ളൂ. ഇപ്പം മതേതര രാജ്യത്തിന്റെ അവസ്ഥയൊക്കെ മാറി. ഇപ്പം ക്രിസ്ത്യൻ മുസ്ലിം ഇപ്പൊ വോട്ടിന് വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയം. ഇപ്പൊ BJP-ക്കാരെന്താണ് ഈ പ്രാവശ്യം കേക്കും കൊണ്ടൊന്നും പോകാത്തത്? ഒന്നും പോകുന്നില്ല. ഇപ്പൊ ഈ അച്ഛന്മാര് പിന്നെ പ്രധാനമന്ത്രിയൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് ശക്തമായിട്ട് അത് അറിയിക്കണം കാര്യങ്ങള്. പിന്നെ ക്രൈസ്തവ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം തൃശ്ശൂരൊക്കെ ഈ ഇതും കൊണ്ട് പോയില്ലേ? അതൊക്കെ ഓർക്കണം, അച്ഛന്മാരൊക്കെ ഓർക്കണം. ശരി, സന്തോഷം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, ഇന്ത്യ പോലെ രാജ്യത്ത് ഏത് മതക്കാർക്കും അവരുടെ ആഘോഷങ്ങൾ, ആരാധനകളൊക്കെ പങ്കെടുക്കാനും അത് നടത്താനും ഒക്കെയുള്ള അവകാശമുണ്ട്. പല ആഘോഷങ്ങളിലും മതം നോക്കിയല്ല ആളുകളൊക്കെ പങ്കെടുക്കുന്നത്. എല്ലാ മതക്കാരും ആ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കും. അതിന് പ്രത്യേകിച്ച് ആ മറ്റു മതത്തിൻ്റെ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു കൂടെ ചേർന്നുകൊണ്ടോ ആരുടെയെങ്കിലും സ്വന്തം മതം അതിന് എതിരാകുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. പലയിടങ്ങളിൽ നിന്നും ഇത്തരം വിഷവിത്തുകൾ മുള നീട്ടി വരികയാണ്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഈ പാലക്കാട് ആരാണെന്ന് പറഞ്ഞ് ഈ പാലക്കാട് BJP-ക്കാരാണ് ആർത്ത്. അത് ഇന്നിപ്പം പാലക്കാട് രൂപത അധ്യക്ഷൻ ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മണിക്കൂർ മുമ്പേ കേട്ടാ, ഞങ്ങളുടെ രൂപത്തിൽ നിന്ന് ആരും ഈ സ്ഥലത്തേക്ക് പോയിട്ടുമില്ല, അത് ആരാന്ന് അറിയാനും വേല, ഇന്നൊരു സംഭവം ഉണ്ടായിട്ടുമില്ലെന്ന് പറഞ്ഞു. അത് പാർട്ടിക്കാരെ കുറെ പേര് കള്ളു കുടിച്ചിട്ട് ഈ പരിപാടിയായിട്ട് നടന്ന അത് അവര് തമ്മിൽ എന്താ പ്രശ്നം ഉണ്ടാക്കിയതാ. ശ്രീ പ്രദീപ്, താങ്കളടക്കം ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. കുട്ടികൾ
അവിടെ നിന്ന് ഒരു അതിനകത്ത് ബാൻഡൊക്കെ മുതിർന്ന എടുത്തുകൊണ്ട് അവർ ആൾക്കാരുണ്ട്. ഒരു ക്രിസ്മസ് നിങ്ങൾ കരോളിന് ശരിക്കും പോകുന്നു. അന്വേഷിച്ച് നോക്ക്. ക്രിസ്മസ് കരോളിന് പോകുമ്പോൾ ഇല്ലില്ല, അത് കുറച്ച് ആളുകൾ ക്രിസ്മസ് ചേർന്ന് അവരെ കരോളൊന്നും അല്ല. ഭീഷണിപ്പെടുത്തുന്നു, ഒരാൾ അത് അവരുടെ ആ CPM ന്റെ ഒരു ബാൻഡൊക്കെ പരിപാടിയായിരുന്നു. അടിച്ചു ക്രിസ്മസ് പൊട്ടിക്കുന്നു. കരോൾ അല്ല. താങ്കൾ അത് അല്ല, കണ്ടതല്ലേ? അല്ല, അപ്പോൾ അല്ല, പിന്നെ അല്ല. ഈ കൊച്ചു കുട്ടികളാണോ കള്ളു നിങ്ങൾ കുടിച്ചിട്ട് വേണമെങ്കിൽ പോയി അവിടെ ചാനലുകാർ കരോൾ എത്ര നടത്തുന്നത്? ചാനലുകാർ ഇപ്പൊ പുറത്തു വിട്ടു? ആ അച്ഛൻ വരെ പറയണ്ടേ ഞങ്ങളുടെ പരിപാടിയൊന്നും അല്ലാതെ അത് ഇത് പുറത്തുനിന്ന് പള്ളിയിൽ നിന്ന് ആൾക്കാരെ- പോയതല്ല പ്രദീപേ, ശ്രീ പ്രദീപേ, ഇത് പള്ളിയിൽ നിന്ന് കരോളിന് പോയതല്ല. ഞങ്ങളുമൊക്കെ കുട്ടിക്കാലത്ത് ഇത്തരം കരോളുകൾക്ക് പോയിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. അത് പള്ളിയിൽ നിന്നുള്ളവരോ ക്രിസ്ത്യാനികളോ മാത്രമല്ല പോകുന്നത്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും പോകും. കുട്ടികളാണെങ്കിൽ അവർ കരോളിലൊക്കെ ക്രിസ്മസ് കരോളിലൊക്കെ പോകും. അതുകൊണ്ട് ഈ നാട്ടിൽ കരോൾ പറ്റില്ല എന്ന് പറയുന്നതാണോ ന്യായം? BJP-കാരാണ് ആ തല്ലുണ്ടാക്കിയത്. BJP-കാരാണ് തല്ലുണ്ടാക്കിയെന്ന് അറിയില്ല, പക്ഷെ തല്ല് കൊടുത്ത ഒരാൾ BJP ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അടിയുണ്ടാക്കി. എങ്ങനെയാണ്? എന്താ പറഞ്ഞത്? കേട്ടില്ല. ഏതോ കള്ളു കുടിച്ചു വന്ന് അച്ഛൻ തല്ലിയെന്ന് ഞാനത് വിളിച്ചു വെച്ച് പറഞ്ഞത്. അവിടെ പ്രശ്നം ഉണ്ടാക്കി. അവര് തമ്മിൽ എന്താ പറഞ്ഞ ബാൻഡ് 50 രൂപ ചോദിച്ചിട്ട് കൊടുത്തില്ല. അപ്പൊ അതിനു വേണ്ടി അവൻ ഒരു തൊഴി വെച്ച് കൊടുക്കുന്നത് ആ ബാൻഡിന്റെ അങ്ങനെ പൊട്ടിപ്പോയെന്ന് പറഞ്ഞത്. അങ്ങനെ അവര് തമ്മിലുള്ള പ്രശ്നം. അല്ലാണ്ട് ഈ ചുമ്മാ വെറുതെ ഈ ആള് ഹിന്ദുക്കളെ മൊത്തം നിങ്ങൾ കുറ്റം പറയല്ലേ? ഹിന്ദുക്കളെ എവിടെ കുറ്റം പറയുന്നു പ്രദീപ്? ഹിന്ദുക്കളാരും ഈ വൃത്തിയോട് കാണിക്കാൻ നിൽക്കില്ല. മതപരിയന്മാരെ ഹിന്ദുക്കളെന്ന് വിളിക്കരുത്, മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും വിളിക്കരുത്. അവരെ ആരെ ഒരു മതത്തിന്റെ പരിധിയിൽപ്പെടുന്നവരല്ല. BJP-കാരനും RSS-കാരനും നമ്മൾ അറിഞ്ഞു പോലും ഇട്ടില്ലേ സംഭവം? ഈ BJP RSS എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവർ തീരുമാനമെടുത്ത് നടപ്പാക്കിയെന്ന് ആരും പറഞ്ഞില്ലല്ലോ ഇവിടെ. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ആരായാലും അത് ഏത് രാഷ്ട്രീയക്കാരായാലും അവരെ അംഗീകരിക്കാൻ കഴിയില്ല, അതിന് സംശയമൊന്നുമില്ല. ഈ കാപ്പാക്കി RSS-കാരനായിട്ട് എങ്ങനെ വന്നു എനിക്കറിയാൻ മേല. ഇന്ന് അച്ഛൻ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പ്രദീപിന് അറിയാൻ വയ്യാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പ്രദീപ് അതൊക്കെ കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും. ഒരു കുഴപ്പമില്ലാണ്ട് ഒരു പ്രശ്നം ഇല്ലാണ്ട് നടക്കുന്നുണ്ട്. അവിടെ മാത്രം തന്നെ ചുമ്മാ വെറുതെ. പ്രദീപ് ഈ വീട്ടിൽ നക്ഷത്രം തൂക്കുന്ന ആളൊക്കെയാണോ? അല്ല, എന്റെ വീട്ടിൽ ഞാൻ 2 കേക്ക് മേടിച്ച് കേക്ക് എന്നിട്ട് ദഹിക്കാണ്ട് ഇവിടെ കിടക്കേ 2-3 കേക്ക് മേടിച്ചിപ്പോ. ശരി, ഓക്കെ, നല്ല കാര്യം. ഓക്കെ, ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇവിടെ എല്ലാ മതത്തിൻ്റെയും ആഘോഷങ്ങളും എല്ലാ മതത്തിൻ്റെയും ആരാധനയും എല്ലാം നടത്താൻ അവകാശമുള്ള രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ഇതര മതസ്ഥൻ്റെ ഏതെങ്കിലും ആഘോഷം കാണുമ്പോൾ ഹാലിളകുന്ന ഒരു കൂട്ടം മനുഷ്യർ, ഇവരെയൊക്കെ ഇന്ത്യക്കാരെന്ന് തന്നെ വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഈ രാജ്യത്തിൻ്റെ എന്തായാലും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് ഏതെങ്കിലും തരത്തിൽ കൂറോ സ്നേഹമോ ഒന്നുമുള്ള മനുഷ്യരാരും അങ്ങനെ ചെയ്യില്ല. അത്തരം സംഭവങ്ങൾ കേരളത്തിൽ പോലും ഉണ്ടാവുന്നു, അത്തരം വിഷവിത്തുകൾ കേരളത്തിലും ഉണ്ടാവുന്നു. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം? അത് എല്ലാ വകുപ്പിലും ഉണ്ട്, എല്ലാ ജാതിയിലും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. ഈ വിഷവിത്തുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടല്ലേ, അമ്പലത്തിന്റെ ഘോഷയാത്ര നടന്നുകൊണ്ടിരുന്നപ്പോഴേക്ക് ഈ ഗ്ലാസ് ചിന്താവ് വിളിച്ചാണ്ട് മുറ്റിയും ചുരുട്ടിപ്പോയി അവിടെ അടിയുണ്ടാക്കുന്ന പോലീസുകാരന്മാർക്കിട്ടും വനിതാ SI-കിട്ട് വരെ അടി കൊടുക്കുന്ന കണ്ടില്ലേ? ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഇല്ലേ ഇവിടെ? ഈ പാർട്ടി ഇല്ലേ? പക്ഷെ എനിക്ക് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിനോടും പറയാനുള്ളത്, ഈ മാതിരിയുള്ള ഈ ചില തീവ്രവാദികളെ പോലെയുള്ള ഈ കഞ്ചാവും കള്ളും അടിച്ചവന്മാരെ കൊണ്ട് അവന്മാരൊക്കെ കാണിക്കുന്ന തെമ്മാടിത്തരെ ഊതി വീർപ്പിച്ച് കാണിക്കുന്ന ഈ ചാനലുകാർ ഇവിടെ കോൺഗ്രസിന് വേണ്ടി കാണിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവിടെ വീട് പോരുത്. ഇതൊരു PR വർക്കിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഭാഗങ്ങളാണ്. ഇതൊന്നും കണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ വീണ് പോകരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് 1-2 ചാനൽ ഇപ്പൊ ഇതിന്റെ യഥാർത്ഥ സത്യങ്ങൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രവീന്ദ്രൻ, ഇവിടുത്തെ കേരളത്തിലെ ചെറിയ ചെറിയ സംഭവങ്ങൾ, ഉത്തരേന്ത്യയിലെ സംഭവങ്ങളൊക്കെ താങ്കൾ കണ്ടു കാണുമല്ലോ. ഒറീസയിലെ വിഷയങ്ങളും മധ്യപ്രദേശിലെ കാര്യമൊക്കെ കണ്ടാണല്ലോ. എന്തിന് റോഡരികിലിരുന്ന് വൈകുന്നേരത്തെ അന്നത്തിന് വേണ്ടി ഈ ക്രിസ്മസിന്റെ തൊപ്പിയും ഉടുപ്പും ഒക്കെ വിൽക്കുന്ന ആളുകളെ വിരട്ടി ഓടിക്കുകയാണ് അവിടുന്ന്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈ രാജ്യം ഉണ്ടായ കാലം മുതലേ ഉണ്ടായി, ഇനി മുന്നോട്ട് ഇത് തന്നെ കാണും. ഈ രാജ്യമുണ്ടായ കാലം മുതലേ ഇവിടെ ആരെങ്കിലും ക്രിസ്മസ് ആഘോഷത്തിനെതിരെ ആരും ഹാലിളകി വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആഘോഷത്തിന് നേരെ അങ്ങനെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഈ അടുത്തിടയ്ക്കാണ് അതിന് കൂടുതൽ ശക്തി വന്നത്. എന്റെ പൊന്നു കിരണ, 10-25 കൊല്ലം 10-30 കൊല്ലം മുമ്പാണ് ചങ്ങനാശ്ശേരി ചന്ദനക്കുടം നടന്നപ്പോഴേക്ക് ഒരുപറ്റം ആൾക്കാർ കൂട്ടയടി നടത്തി. അതുപോലെ തന്നെ പാറേപ്പള്ളി മാതാവിന്റെ രൂപെഴുന്നുള്ള അതേ ആൾക്കാർ തന്നെ 4 ഇരട്ടിയായിട്ട് അവിടെ കൂട്ടയടി നടത്തി ലാസ്റ്റ് പേര് 3 പേരെ കുത്തി കൊല്ലുകയൊക്കെ ചെയ്തു. 3 ക്രിസ്ത്യാനികളാണ് മരിച്ചത്. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ആ ചന്ദനക്കുടം നടന്നതിന്റെ ചുരുക്കം വിട്ടു. ഇതൊക്കെ പണ്ട് സംഭവം ഞാൻ പറഞ്ഞത്. ഇത് പണ്ട് കാലം പോലെ ഇവിടെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അതിനെ നമ്മൾ ഊതി വീർപ്പിച്ച് കാണിച്ച് ഇവിടെ മതേതരത്വം നശിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പുച്ഛിച്ച് തള്ളിട്ട് ചൂര കളയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ കാണിച്ച് എന്താണെന്ന് വെച്ചാൽ സംഗതികൾ ഓരോന്ന് വഷളായിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചാനലുകാർ പ്രത്യേകം ഒരു അജണ്ട തയ്യാറായിക്കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ കേരളത്തിൽ എടുത്തുകൊണ്ട് മൂതി. ശ്രീ രവീന്ദ്രൻ പറയുന്നത്, അപ്പോൾ നാട്ടിൽ ഇങ്ങനെ മോശപ്പെട്ട സംഭവങ്ങളൊന്നും ഉണ്ടായാൽ ഞങ്ങൾ ചാനലുകാരും ഇത് കാണിക്കരുത്, ഞങ്ങളിത് മൂടി വെക്കണമെന്നാണോ? എന്റെ പൊന്നു കിരണേ, അത് കള്ളും കുടിച്ച് കുറെ ഇത് പിന്നെ അച്ഛൻ മുമ്പ് പറഞ്ഞ പാർട്ടി പറഞ്ഞ കറക്റ്റ്. ഇത് നേരത്തെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. ആ പള്ളിയിലെ അച്ഛന്മാര് പറയുന്നുണ്ട് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ, ആ പള്ളിയുമായി യാതൊരു ബന്ധവുമില്ല.
പള്ളിയിൽ നിന്നല്ലോ കരോൾ. കേരളത്തിൽ കരോൾ 1000 കരോൾ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് 5 6 അല്ലെങ്കിൽ 10 15 എണ്ണോ കാണത്തുള്ളൂ പള്ളിയിൽ നിന്ന് വരുന്നത്. ബാക്കിയുള്ള കരോളുകളെല്ലാം നാട്ടിലെ ചെറുപ്പക്കാരായ പിള്ളേർ, കുട്ടികൾ ഒക്കെ കരോളുമായി വരുന്നതാണ്. നിങ്ങളുടെ വീടുകളിലും എല്ലാം വരില്ലേ? അതൊക്കെ കുട്ടികൾ ഒരു 10 4 5 കുട്ടികൾ ചേരുമ്പോൾ അവർ പറയും ഇന്ന് കരോളിന് പോകാമെന്ന് പറയും. അവരെവിടുന്നെങ്കിലും ചെറിയ ബാൻഡ് സംഘമോ അല്ലെങ്കിൽ ചെറിയ ഇപ്പോൾ ടേപ്പ് റെക്കോർഡർ വരെയാണ് കുട്ടികൾ വരുന്നത്. അതൊക്കെ കുട്ടികൾ നാട്ടിൽ ചെയ്യുന്നതാണ്. അതിന് ജാതിയും അതൊന്നും അവർക്കറിയില്ല. അല്ല പള്ളിയിൽ നിന്നല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ കരോൾ സംഘത്തെ തടയാമെന്നുണ്ടോ? അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, ചില സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും പൈസ ചോദിക്കും, അവർ കൊടുത്തില്ലെന്ന് പറയും. കൊടുത്തില്ലെന്ന് വന്നു കഴിയുമ്പോഴേക്കും അവർ മാന്യമായിട്ട് പോകാൻ നോക്കണം. അതല്ല, അവരെ എതിർത്തുകൊണ്ട് വന്ന് നീയൊക്കെ എന്നാത്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, നിനക്കൊക്കെ വേറെ ജോലി ഇന്നില്ല, ഈ 10 പൈസ പട്ടിയുടെ മുന്നിൽ തൂറിയല്ലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കോ? ആരെങ്കിലും സമ്മതിക്കോ? ഇങ്ങനെയുള്ള സംഭാഷണമൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. സംഭാഷണം എന്തായാലും ആ കുട്ടികൾ അങ്ങനെ ഒന്നും സംഭാഷണം നടത്തിയതായോ? ഇയാളുമായി പൈസ ഉണ്ടാക്കിയത് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഈ കുട്ടികൾക്ക് പൈസ കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് വേറെ രണ്ടുമാർ കയറി ബഹളം ഉണ്ടാക്കി എന്നൊക്കെയാ പറയുന്നത്. നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഇപ്പൊ വരുന്ന ഓരോ വാർത്തകൾ കണ്ടോണ്ട് നിങ്ങളെ വാർത്ത കണ്ടോണ്ട് മാത്രമേ നമ്മൾ പറയുന്നത്. പാലക്കാട് നിന്നും ശ്രീ ഗോപകുമാർ, നമ്മൾ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് മതം നോക്കിയല്ല നമ്മൾ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്മസ് പോലൊരു ആഘോഷം, എനിക്ക് തോന്നുന്നു മറ്റു മതങ്ങളുടെയൊക്കെ ആഘോഷങ്ങളെ ക്രിസ്മസ് ആഘോഷത്തിന് ഈ വിളക്ക് തൂക്കുന്നതും അലങ്കാരങ്ങൾ ഉണ്ടാക്കുന്നതും കേക്ക് മുറിക്കുന്നതും ഒക്കെ എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഇതാണ്. അങ്ങനെ അതിന് ഇതുവരെ അതൊരു ക്രിസ്ത്യാനികളുടെ ആഘോഷമായിട്ടൊന്നും ആരും കണ്ടിട്ടില്ല. ആ ആഘോഷത്തെയൊക്കെ ഈ അസഹിഷ്ണുതയോട് കാണുന്ന ഒരു വിഭാഗം ആളുകൾ, അത് ശരിയാണോ? ഹലോ, നമസ്കാരം കിരൺ. നമസ്കാരം. നമ്മൾ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ നാട്ടില് രാഷ്ട്രീയം ആണ് എല്ലാവരും നോക്കുന്നത്. എല്ലാ കാര്യത്തിലും രാഷ്ട്രീയമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വകഭേദം ഇല്ലാണ്ട് നമ്മളത് ശരിക്കും അങ്ങനെ കാണുകയാണ് വേണ്ടത്. എല്ലാ ആർക്കൊക്കെ താല്പര്യമുണ്ട് അവർക്കൊക്കെ ആഘോഷിക്കാം, വേണ്ടാത്തവർക്ക് ആഘോഷിക്കാണ്ടിരിക്കാം. അതല്ല എന്റെ ഭംഗി, അതാണ് എന്റെ ശരി, ഇതാണ് എന്റെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഭിപ്രായം. പക്ഷെ ഇതിലൊക്കെ രാഷ്ട്രീയം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഇന്നലെയും കൂടി ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ വന്നിട്ട് ഒരു ദളിതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വന്നാണ്. പാലക്കാട് ഒരു കൊലപാതകം നടന്നില്ലേ, ആൾക്കൂട്ട കൊല. ഹലോ, കേൾക്കാമോ? ആൾക്കൂട്ട കൊല നടന്നത് പുള്ളി പറഞ്ഞ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പുള്ളി പറഞ്ഞ എന്താണെന്നുണ്ടെങ്കിൽ ഇസ്ലാമോബിയ എന്നാ പറഞ്ഞു. ഇന്നലെ ചാനലിൽ അന്ന് പറയുകയാണെങ്കിൽ ഇസ്ലാമോബിയാണെന്ന്. അപ്പൊ ഇവിടെ കോഴിക്കോട് മാഞ്ചി എന്നൊരു ദളിത് യുവാവിനെ മുസ്ലിങ്ങൾ ഒരു 10-12 ആൾക്കാർ കൂടിയിട്ട് കൊന്നിട്ടുണ്ട്. അതൊന്നും ഇയാൾ പറയുന്നില്ല. അതിലെന്തെങ്കിലും ഇസ്ലാമോബിയ ഉണ്ട്, അത് ദളിത് ആളായിരുന്നു, അതിനെ പറ്റി ആൾക്ക് യാതൊരു അഭിപ്രായം പറയാനില്ല. അപ്പൊ ഇതൊക്കെ പറയുന്നത് എങ്ങനെ വെച്ചാൽ ഹിന്ദുക്കളുടെ നേരെ, മുസ്ലിങ്ങളുടെ നേരെ, ക്രിസ്ത്യാനികളുടെ നേരെ, 3 പാർട്ടികൾക്കും വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടത്തുക. അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ്. ആ രാഷ്ട്രീയ മുതലെടുപ്പാണ് ലക്ഷ്യം, വേറെ ഒന്നുമല്ല. ഇതിലിപ്പോ എന്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞുതരാം, ഇന്നലെ രാത്രി 11:30 മണിക്കാണ് വന്നത് കരോള് വന്നത്. ആരും ക്രിസ്ത്യാനികളല്ല, എല്ലാവരും ഇതേമാതിരി തൊപ്പിയിട്ട് ഇതോട്ടാണ്. എനിക്ക് അറിയാവുന്ന പിള്ളേരാണ്, എല്ലാവരും അറിയാവുന്ന പിള്ളേരാണ്. അതിൽ 4 എണ്ണത്തിന് ബോധം ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞാൽ വിശ്വസിക്കോ? കിരൺ വിശ്വസിക്കോ? 4 എണ്ണത്തിന് ബോധം ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്ക് അറിയുന്ന കുട്ടികളാണ്. വന്ന 5 10 10 20 50 100 കൊടുക്കുക. അത് ഒരു പാർട്ടിയല്ല വരിക. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നാണ്. ശ്രീ ഗൗതം, എല്ലാ മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന നാട്, അത് തന്നെയാണ് നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്നത്. പക്ഷെ അവിടേക്കാണ് ചില മതക്കാരോട് മറ്റു ചില പ്രത്യേക ആശയമൊക്കെ പുലർത്തുന്ന ആളുകൾക്ക് കടുത്ത അസഹിഷ്ണുത. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഈ തൊട്ട് മുന്തി വിളിച്ചൊരു ചേട്ടനൊരു മറുപടി കൊടുക്കട്ടെ കിരൺ. ഇത് ആ ചേട്ടൻ പറഞ്ഞു കരോളുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനികളല്ല വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ ആ ചേട്ടൻ പറയുന്നത്. ക്രിസ്ത്യാനികളല്ല എന്നത് മോശപ്പെട്ട രീതിയിൽ പറഞ്ഞല്ല. എല്ലാ നാട്ടിലും വരുന്നത് അങ്ങനെ ക്രിസ്ത്യാനികൾ മാത്രമൊന്നുമല്ല കരോളിന് പോകുന്നത് എല്ലാ മതക്കാരും പോകും. അതന്നെ, എല്ലാ മതക്കാരും വരട്ടെ എന്നാണ് ഞാനും പറയുന്നത്. അത് പുള്ളിയും ആ മട്ടിൽ തന്നെയാണ് പുള്ളിയും പറഞ്ഞത്, അല്ല പുള്ളി അതിനെ എതിർത്തുകൊണ്ടല്ല പറഞ്ഞത്. ഓക്കെ എന്നാ ഈ വിഷയത്തിലേക്ക് പറഞ്ഞോളൂ. വർഗീയവാദികളെ ഒറ്റപ്പെടുത്തണം നാട്. എല്ലാ ആഘോഷങ്ങളും കേരളത്തിൽ നടക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതുപോലത്തെ വർഗീയ വിഷങ്ങളെ വലിച്ച് നാട് കാണണമെന്നാണ് പറയാനുള്ളത്. ശൂന്യവാസത്തിന് എതിരെ. ശരി, ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, ചിലർക്കെങ്കിലും ക്രിസ്മസ് ആഘോഷങ്ങൾ കാണുമ്പോൾ അപൂർവം ചിലർക്ക് അസഹിഷ്ണുത ഉണ്ടാവുന്നു. പക്ഷെ അത് നമ്മുടെ നാടിൻ്റെ അഭിമാനത്തെ ലോകത്തിന് മുന്നിൽ തന്നെ നാണം കെടുത്തുന്ന ഒന്നാണ്. താങ്കൾക്ക് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ പറഞ്ഞോളൂ.
ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഒരു വർഷമായി നമ്മൾ ഇതിനെ സംബന്ധിച്ച് വലിയ സംസാര വിഷയം കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയിരുന്നു. അതെ, ഓല ആക്രമിച്ചത്, ഓല പുൽക്കൂട ആക്രമിച്ചതും വേറുള്ളതും മറ്റും മറിച്ചും പറഞ്ഞ നമ്മള് കുറെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ചേരിയിൽ കൂടെ അവര് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോയി ഞങ്ങളെല്ലാവരും കാണാൻ നിന്നു എന്നുള്ളതും പറഞ്ഞു സാറിനോട്. ഇപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാല് ഇപ്പൊ ഇതിന്റെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ ഇവരെ അച്ഛന്മാര് പറഞ്ഞു, അച്ഛന്മാരെ ഓല ഷർട്ട് ഓല ഒരു ഡ്രസ് ഇട്ടുകയാണ് നടക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയായിക്കണ് ഇന്ത്യയിലേ അറിഞ്ഞു. അതായത് കാണുന്നിടത്ത് മുഴുവൻ ആക്രമിക്കാണ്, പേടിയായി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ പറയാനുള്ളത് പൊന്നാര സാറേ, നമ്മളെവിടെ ഉണ്ടല്ലോ കേരളത്തിൽ വരെ ഒരു ക്രിസ്ത്യൻ മന്ത്രി, അത് ഞാൻ ക്രിസ്ത്യൻ മന്ത്രി എന്ന് പറഞ്ഞ ക്ഷമിക്കണം, കാരണം അദ്ദേഹത്തിന്റെ സമുദായം അതാണ്. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തൂടെ ഇങ്ങനെ അവരാക്രമിക്കാൻ പാടില്ല, മണിപ്പൂർ ആക്രമിക്കാൻ പാടില്ല, വേറുള്ളടത്ത് ആക്രമിക്കാൻ പാടില്ല, ഇതൊക്കെ നമ്മളെ സഹോദരങ്ങളാണ്. സാറ് പറഞ്ഞ മാതിരി ജനാധിപത്യ രാഷ്ട്രത്തില് എല്ലാ മതങ്ങൾക്കും ഇവിടെ ജീവിക്കാം, എല്ലാ മതങ്ങൾക്കും ഘോഷയാത്രയും വേറുള്ളതൊക്കെ നടത്താതെ ജനങ്ങൾക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ എതിർക്കുക, അവരെ സംബന്ധിച്ച് അവര് വരുമ്പോ എന്തേലും പറയാ ഇരിക്കാന്നൊക്കെ പറഞ്ഞ് വളരെ മോശം കാര്യം. അവരിപ്പോ ചെയ്യണമെന്ന് നടത്തണമൊക്കെ നാനാ ജാതിക്കാരുണ്ടോ എന്ന് പറഞ്ഞ ഒരാള് ചിലപ്പോ ഉണ്ടായിരിക്കാം, എങ്കിലും കൂടി ചിലപ്പോ അത് അദ്ദേഹത്തിനൊരു ചെറിയൊരു വിഷമുണ്ട് ഇതിനെ സംബന്ധിച്ച്, അതുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, ഈ ക്രിസ്മസ് ആഘോഷങ്ങളോട് ചിലർക്കെങ്കിലും അസഹിഷ്ണുതയുണ്ടാകുന്നു. എന്തിന് വഴിയരികിലിരുന്ന് അവിടെ ക്രിസ്മസിൻ്റെ ഓരോ തൊപ്പിയും മറ്റ് ഉടുപ്പും ഒക്കെ വിൽക്കുന്ന ആളുകളെ പോലും വിരട്ടി ഓടിക്കുന്ന അവസ്ഥ. യഥാർത്ഥത്തിൽ അത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുന്ന ഇന്ത്യക്കാർ എന്ന് പോലും, അല്ലെങ്കിൽ അതിൽ വിശ്വാസമുള്ള ഇന്ത്യക്കാർ എന്ന് പോലും നമുക്ക് കരുതാനാവില്ല. താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം അത് തന്നെയാണ്. അവർ ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യയെ, മതേതരത്തെ വെല്ലുവിളിക്കുകയാണ്. ഇത് നമുക്ക് വെച്ചു പൊറിപ്പിക്കുവാൻ സാധിക്കില്ല. പണ്ടൊക്കെ നമ്മൾ കേരളത്തിൽ എന്ത് നടന്നാലും മറുവശത്ത് CPM ആയിരുന്നെങ്കിൽ ഇപ്പൊ അവരുടെ ആ ശൈലി മാറ്റി ഇപ്പൊ ഇതുപോലെയുള്ള മതപരമായ എന്ത് കാര്യമുണ്ടെങ്കിലും സംഘപരിവാറും BJPയും RSSും മറുവശത്താണ്. ഇതിലെനിക്ക് പറയുവാനുള്ളത്, സംഘപരിവാറും RSSും BJPയും ഇങ്ങനെ ഓരോരുത്തരുടെ അവരുടെ മതങ്ങളിൽ കയറി കളിക്കുന്ന, അവർക്ക് ശക്തമായ നടപടി ഈ ഗവൺമെന്റ് എടുക്കണം, അല്ലെങ്കിൽ അവരുടെ സംഘടനകൾ എടുക്കണം. ഇതൊന്നും എടുക്കുന്നില്ല, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് വിഷയങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രണ്ട് വിഷയങ്ങൾ, ഇപ്പൊ പറയുന്നത് CPM എന്ന് പറഞ്ഞ് നാസിക് ഡോളിൽ എഴുതിയത് കൊണ്ടാണത്. അവര് തന്നെ പറയുന്നത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയതാണ്. അതൊന്നും ഇവര് നോക്കേണ്ട ആവശ്യമില്ല. സംഘപരിവാർ അവർ ഈ നാട്ടിലൊരു വർഗീയ കലാപം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ ക്രിസ്മസ് വരും, പെരുന്നാൾ വരും, ഓണം വരും, ഹോളി വരും, അങ്ങനെ എല്ലാം നമ്മളെ മലയാളികളും ഇന്ത്യക്കാരും ആഘോഷിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ സംഘപരിവാർ അല്ലെങ്കിൽ ഈ മതഭ്രാന്തന്മാർ വന്ന് ഇടപെട്ട് ഈ നാട്ടിലെ ഒരു മതസൗഹാർദ്ദം തകർക്കുവാൻ നമ്മൾ ആരും അനുവദിക്കുവാൻ പാടുള്ളതല്ല. ഇത് വളരെ മോശമാണ് ഇവർ കാണിക്കുന്നത്. ഈ നമ്മളെല്ലാം ഇപ്പൊ ഞാനൊരു നല്ലൊരു മുസ്ലിം കമ്മ്യൂണൽ ഏരിയയിലാണ്, പക്ഷെ ഇന്നലെ ഒരു 5 പേരെങ്കിലും ക്രിസ്മസ് അവര് ആഘോഷവുമായിട്ട് പോകുന്നത് കണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും, അതിൽ ജാതിയെന്നോ മതമെന്നോ ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും ഈ ക്രിസ്മസ് ആഘോഷങ്ങളുമായി പങ്കെടുക്കുകയും ഇതിനൊക്കെ പാപ്പയാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളെ നാട്ടിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ പറയാം, ഈ BJP കേന്ദ്രത്തിൽ മൂന്നാമതും വന്നതിന് ശേഷം മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ കടന്നു കയറുന്നുണ്ട്. അത് ഞാൻ എല്ലാ ഹൈന്ദവ സഹോദരന്മാരെയല്ല, ചില മത തീവ്രവാദികൾ ഇതിനകത്തുണ്ട്, അവരാണ് ഇത് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് സംഘപരിവാറിനെ കൂച്ചുവിലങ്ങിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നാട് ഒരു വർഗീയ കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂച്ചുവിലങ്ങിടണം. ഇവിടെ ഹിന്ദുവും മുസൽമാനിയും ക്രിസ്ത്യാനിയും പാഴ്സിയും പഞ്ചാബിയും എല്ലാം ഒരു മാലയിലെ മുത്തുപോലെ ജീവിക്കുന്നവരാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യം. പ്രത്യേകിച്ച് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ കാണിക്കുന്നതും ഇങ്ങനെ ന്യൂസ് വരുന്നതും ഇങ്ങനെ ചർച്ച ചെയ്യുന്നതും ഒക്കെ നമുക്ക് മാനസികമായി വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന നല്ല വിവരവും വിവേകവുമുള്ള സംഘപരിവാറുകാരുണ്ടെങ്കിൽ
നിങ്ങൾ ഇതിന് തുനിയരുത്. നിങ്ങളുടെ കൂടെ ഇത് തുനിയുന്നവരെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ലോകം മൊത്തം ആഘോഷിക്കുന്നതാണ് ക്രിസ്മസ്. അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, നമസ്കാരം. താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ കേരളം ഒരു മതേതര രാജ്യമായിട്ട് നാടിനും ലോകത്തിനും മുഴുവൻ മാതൃകയാണ്. ആ മാതൃകയായ രാജ്യത്ത് ഇങ്ങനൊരു പരിപാടി നടക്കുക എന്ന് പറയുന്നത് വളരെ വളരെ മോശമായ ഒരു രീതിയിലാണ് കാണുന്നത്. ശരി, ശ്രീ സുന്ദരേശനാണ് വിളിക്കുന്നത്. സുന്ദരേശൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീ സുന്ദരേശൻ, ഈ ക്രിസ്മസ് ആഘോഷങ്ങളോട് വല്ലാതെ അസഹിഷ്ണുത പുലർത്തുന്ന ഒരു ചെറു ന്യൂനപക്ഷ ആളുകൾ അവർ തെരുവുകളിലൊക്കെ ഇറങ്ങി പരസ്യമായി തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അത്തരം വാർത്തകളൊക്കെ വരുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെയൊക്കെ കാണുന്നത്? ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾ പറഞ്ഞോളൂ. കിരൺ ഭായി നമസ്കാരം. നമസ്കാരം. ഭായി, ഞാൻ ഇതിലൊരു രണ്ടായിട്ടാണ് കാണുന്നത്. നമ്മുടെ കേരളത്തിന് പുറത്തെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സംഘപരിവാർ ശക്തികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ പിന്നെ ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിനോടായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള മുസ്ലിം സമുദായത്തിനോടായിക്കോട്ടെ, അവരുടെ ഒരു രാഷ്ട്രീയത്തോട് പല രീതിയിലും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോ ഈ സുവിശേഷ പരിപാടി ആണെങ്കിലും ശരി, അതിന് ഒരുപാട് ആക്രമിച്ച ഭരണകൂട പിന്തുണ പോലെ അവർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഞാനിതിവിടെ കാണുന്നത് ശരിക്കും ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ എന്തിലും രാഷ്ട്രീയം കാണുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഇതിൽ പറയുന്നത് ഇതൊരു അടയാളപ്പെടുത്തലുകൾ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ ഞാൻ എന്തൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം എന്റെ നാട്ടിലൂടെ നേരത്തെ ഞാൻ നേരത്തെ ഇവിടെ ഹമാസിന്റെ കൊടി വന്നു, ഹമാസിന്റെ ചിത്രങ്ങൾ വന്നു, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഉത്സവം ഉണ്ടായി ഇവിടെ നാട്ടിൽ തന്നെ. ഉത്സവത്തിനതേപോലെ തന്നെ ഒരു പാർട്ടി CPM ഒരു അടയാളപ്പെടുത്തൽ വന്നപ്പോൾ അവിടെ അടിയുണ്ടായി. അതേപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ ഇവിടെ ഒരു സംഭാരം നിൽക്കുന്നത് BJP-കാരെ കൊടി വെച്ചിട്ട്, ഞാനത് ഒന്നിനും പെടാത്ത ആളോട് അത് പറയുന്നത്, സംഭാരം നിൽക്കുമ്പോൾ BJP-കാരെ കൊടി വെച്ചിട്ട് അവിടെ അടിയുണ്ടായി. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഈ വിശ്വാസത്തിൽ രാഷ്ട്രീയം കയറി വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിലൂടെ അപ്പൊ ഇത് സർക്കാർ എന്തെങ്കിലും ചെയ്യേണ്ടത്, സർക്കാർ ഈ വിശ്വാസത്തിൽ രാഷ്ട്രീയം എവിടെ കലർത്തുന്നോ അതൊന്ന് ഒഴിവാക്കാം. ഇത് സംഘപരിവാറെന്നോ അല്ലെങ്കിൽ BJP എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ ലീഗൊന്നും കാണേണ്ട ആവശ്യമില്ല. എല്ലാവരും തരാതരം എല്ലാവരും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ ഈ വിശ്വാസത്തിൽ രാഷ്ട്രീയം കയറി ഇപ്പൊ പാലക്കാട് തന്നെ ഉണ്ടായ സംഭവം എന്ന് കരുതുന്ന കുട്ടികളാണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കി കൊടുക്കണം അതിലൊരു CPM അടയാളപ്പെടുത്തൽ വന്നിട്ടുണ്ട്. പക്ഷെ ഏറെ ന്യായിക്കാനില്ല. അവരെന്താ ചെയ്തിട്ട് നിയമത്തിന്റെ കൂടെ പോകട്ടെ. അതാണ് ഇതിന്റെ പ്രശ്നം. അതിൽ സർക്കാർ ഇടപെട്ടെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലൻ, മറ്റു പ്രേക്ഷകനുണ്ട്. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നാട്ടിൽ മതം നോക്കിയല്ല ആളുകൾ ആഘോഷിക്കുന്നത്, അതിൽ പങ്കാളികളാവുന്നത്. പക്ഷേ ചിലർക്കിപ്പോൾ ഇത് കാണുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാവുന്നു. എന്തായിരിക്കും കാരണം? ഇത് പ്രാഥമികമായിട്ട് പറയേണ്ടത് ഹിന്ദുത്വ കാർഡ് കളിച്ച് രാജ്യം ഭരണം നേടിയ ഒരു അഡ്മിനിസ്ട്രേഷനാണ് നമുക്കിവിടെ ഉള്ളത്. ഇപ്പൊ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ഈ സംഭവങ്ങളെ നമ്മൾ നേരിട്ട് കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്റർ അമിത്ഷായും ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ ഇതേപ്പറ്റി ഇതിന്റെ പറഞ്ഞിട്ടില്ല. അവർ ഓപ്പണായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ ആ സ്പോട്ടിൽ നിൽക്കും. ഈ ഒരു ഹിന്ദു സംഘടനകളും അവരുടെ വാക്കിനെ വില കൊടുക്കാതെ ഇനിയും ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യുന്ന ഒരു വശം. ഇനി എനിക്ക് അതിനോട് കൂട്ടി പറയാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. ഞാൻ ഈ നിങ്ങളുടെ ന്യൂസ് ചാനലിൽ കണ്ടതാണ്. ഈ എറണാകുളത്തെ മേയറെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ലത്തീൻ സഭ ഇടപെട്ടു ഞങ്ങളുടെ ആളിനെ വെക്കണമെന്ന് പറയുന്നു. അപ്പം സഭയ്ക്കുള്ളിൽ പോലും ഈ പറയുന്ന മതം അവർക്ക് മതത്തിന്റെ ഓരോ വശങ്ങള് അവർക്ക് ആൾക്കാരെ വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഇപ്പൊ ഒരു ഹിന്ദു മേയർ ആയതുകൊണ്ടുള്ള കുഴപ്പമെന്താ? അല്ലെങ്കിൽ ഒരു മുസ്ലിം മേയർ ആയതുകൊണ്ട് എറണാകുളത്താണ് എന്താ കുഴപ്പം വേണ്ടാൻ പോകുന്നത്? ലത്തീൻകാർക്ക് ന്യായം കിട്ടത്തില്ലേ? അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഈ മതാധ്യക്ഷന്മാരുടെ രാഷ്ട്രീയ ഇടപെടലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഈ രാജ്യത്ത് എല്ലാ മതക്കാരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ്. അവിടെ ചില സ്ഥലങ്ങളിൽ ആളുകൾ അവിടെ ക്രൈസ്തവ ആഘോഷങ്ങൾ പാടില്ല, അല്ലെങ്കിൽ കരോളുകൾ പാടില്ല എന്നൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുകയും അതിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. ഇത്തരക്കാരിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? സാർ നമസ്കാരം. നമസ്കാരം. അജണ്ട വെരി ഗുഡ്. പക്ഷെ സാറിനോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലാണ് ഈ സംഭവം നടന്നത്. അങ്ങനെയാണെങ്കിൽ കേരളം ഭരിക്കുന്ന കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ നടന്നപ്പോൾ തന്നെ അതിന് അക്കാര്യത്തിൽ ഇടപെടലുകൾ ഉണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്നിട്ട് അതിന് ഇടപെടലുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല.
സാർ അതൊക്കെ അവിടെയൊക്കെ സംഘപരിവാർ ഭരിക്കുന്നതാണ്, അവിടെയൊക്കെ ഏകാധിപത്യമാണ്. ഇവിടെ മതേതര റിപ്പബ്ലിക്കാണ്. ഇവിടെ അല്ല, ഇന്ത്യ മതേതര റിപ്പബ്ലിക് ആണ്. അല്ല, ഇന്ത്യക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേകിച്ച് ഒരു കൂറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തോട് വിദ്വേഷമൊന്നുമില്ല. ഇന്ത്യ എല്ലാ മതക്കാരുടെയുമാണ്. ഒരു മതത്തിനും ഇന്ത്യയിൽ സവിശേഷമായ ഒരു അധികാരവുമില്ല. സാറിനോട് ഞാൻ പറഞ്ഞു അധികാരം ഉണ്ടെന്ന്. താങ്കൾ ഇന്ത്യ കേരളം മതേതര റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. കേരളമല്ല, ഇന്ത്യയാണ് മതേതര റിപ്പബ്ലിക്. അതല്ലല്ല, കേരള സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. കേരളത്തിൽ ഇതൊന്നും നടക്കത്തില്ല. കേരളത്തിൽ സ്വതന്ത്ര ജനാധിപത്യം കേരളത്തിലേ നടക്കൂ. അവിടെ ആരാണ് ഈ ഭരണഘടന സംരക്ഷിക്കാൻ ഭരണം നടത്തുന്ന ആരാണ്? ഈ ഇടതും പലതും അല്ലേ? ഇവിടെ അതുകൊണ്ടല്ലേ കേരളത്തിലെ ഒരു സ്കൂളിൽ ഇവിടെ ആഘോഷം പാടില്ല എന്ന് പറയുമ്പോൾ പിറ്റേന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് അവിടെ ആഘോഷം നടത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മറ്റ് സ്ഥലങ്ങളിലെ സ്കൂളുകളിൽ വഴിയിലിരുന്ന് വിൽക്കുന്ന ആളുകളെ പോലും വിരട്ടി ഓടിക്കുമ്പോൾ അവിടെ ആരും ഇടപെടാതിരിക്കുന്നതും കേരളത്തിൽ ഇടപെടുന്നതും ഇവിടെ അങ്ങനെ ഒരു സർക്കാർ ഉള്ളത് കൊണ്ടാണ്. ആണ് അത്. അപ്പൊ കത്തിക്കാനാണ് അജണ്ട. വെരി ഗുഡ്. നിങ്ങൾക്ക് കത്തിക്കലാണ് നിങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ ഉദ്ദേശം ഒന്നും കത്തിക്കലല്ല. ഞങ്ങളുടെ ഉദ്ദേശം ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യത്തിന്റെ ഭരണഘടന, ഈ രാജ്യത്തിന്റെ ഘടന സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരം വർഗീയ അജണ്ടകളുമായി രംഗത്ത് വരുന്നത്. ഞങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തെ സംരക്ഷിക്കാൻ നോക്കുമ്പോൾ വർഗീയവാദികൾ ഇന്ത്യ എന്ന രാജ്യത്തെ വിഘടിപ്പിക്കാൻ നോക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. സാർ പറയാൻ അനുവദിക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, സാറ് കിരൺ ബേദിയാക്കി മാറ്റരുത്. പ്രതികരിക്കാൻ അവസരം തരണം. താങ്കൾ പ്രതികരിച്ചോളൂ. പറഞ്ഞോ സാറ് പറഞ്ഞോ. ഇവിടെ എപ്പോഴും ആവശ്യം പോലെ അവസരം തരുന്ന ലഭിക്കുന്ന ആളാണ് സാർ. ഇപ്പൊ ചോദിക്കുന്നത് കേരളം സ്വതന്ത്ര റിപ്പബ്ലിക് തന്നെയാ. ഇവിടെ മാത്രമാണ് സ്വതന്ത്രവും ജനാധിപത്യവും, ബാക്കി എല്ലായിടത്തും കാടത്തുമാണ് നടക്കുന്നത്. ഞാൻ അംഗീകരിച്ചു തരാം ഒരു വാദം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? പിന്നെ പറയാതെങ്ങനെ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. സ്വതന്ത്ര റിപ്പബ്ലിക് ഇന്ത്യക്ക് മുഴുവനല്ല, കേരളം പ്രത്യേകമായ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ഒന്നുമല്ല. പക്ഷെ കേരളത്തിൽ മതേതരത്തിനെതിരായ നിലപാടുകൾ വന്നാൽ ആ നിലപാടുകൾക്കെതിരെ ശക്തമായ നടപടി കേരളത്തിലെ സർക്കാരുകൾ കാലാകാലങ്ങളിൽ എടുക്കാറുണ്ട്. പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെ എടുക്കാറില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒറീസയിൽ സംഭവം ഉണ്ടായി, നടപടി ഉണ്ടാവുന്നില്ല. മധ്യപ്രദേശിൽ ഇത്ര ആക്രമണങ്ങൾ ഉണ്ടായി, നടപടി ഉണ്ടാവുന്നില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു വർഗീയ വിഷം ചീറ്റാൻ ശ്രമിച്ചപ്പോൾ തന്നെ അതിന്റെ പത്തിക്ക് തന്നെ അടിച്ചിരുത്താൻ കേരളീയർ കഴിയുന്നുണ്ട്. സർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിലല്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കേരളത്തിലാണ് ഇത് കത്തിക്കേണ്ടത്. കേരളത്തെ പറ്റി പറയൂ സർ. കേരളത്തിന്റെ മാത്രം വിഷയമല്ല ശ്രീ ബാലകൃഷ്ണൻ ചർച്ച ചെയ്യുന്നത്, ഇന്ത്യയുടെ ആകെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ചോദിക്കാൻ അനുവദിക്കണം സാർ. സാർ ഇങ്ങനെ റേഡിയോ തുറന്ന പോലെ പറയരുത്. താങ്കൾ ഇങ്ങനെ ഞാൻ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അംഗീകരിക്കും? ഏതെങ്കിലും ഒരു സംഘപരിവാറിന്റെ ആള് ഈ പ്രശ്നമായിട്ട് കേരളത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ശ്രീ ബാലകൃഷ്ണൻ പറയുന്നത് കേൾക്കൂ. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 സംഭവങ്ങളാണ് ഉണ്ടായത്. താങ്കൾ പറയുന്നത് കേൾക്കൂ. 2 സംഭവങ്ങളാണ് ഉണ്ടായത്. ഒരു സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായ പ്രസ്താവന നടത്തി, അവിടെ ക്രിസ്മസ് ആഘോഷം നടത്തി. മറ്റൊരു സംഭവം ഉണ്ടായി, അതിലെ പ്രതിയാണ് പിടികൂടിയത്. പക്ഷേ RSSകാരനെ കേരളത്തിലെ സർക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ പ്രശ്നത്തിന്റെ പേരിൽ എവിടെയെങ്കിലും? ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ രാഷ്ട്രീയം, ഇനി അയാൾക്ക് RSSൽ അംഗത്വമുണ്ടോ എന്നറിയാൻ പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് കാർഡ് എന്നുള്ള സംഘടനയല്ലല്ലോ RSS. അല്ല, അതെനിക്കറിയില്ല. അത് സാറല്ലല്ലോ തീരുമാനിക്കുന്നത്. അത് ഞാനല്ലെന്ന് പറഞ്ഞാൽ RSSന്റെ മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടോ? അങ്ങനെ RSS കാരനാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ലല്ലോ. അറിയാമായിരുന്നുവെങ്കിൽ സാറ് മുമ്പ് പല പ്രേക്ഷകന്മാരും RSS സംഘപരിവാർ പ്രസ്ഥാനം വർഗീയവാദികൾ ദേശദ്രോഹികൾ സംസാരിക്കുമ്പോൾ സാറിന്റെ ചാനൽ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അതെന്തിനാണ് ഞാൻ എതിർക്കുന്നത്? ഒരു സംഘപരിവാർ ആശയം പുലർത്തുന്ന ആളുകൾ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിനെ ഞാൻ എന്തിനു എതിർക്കണം? ഒരു വ്യക്തിയുടെ പേര് പറയുന്ന ആർജവുണ്ടെങ്കിൽ എന്തിന് വ്യക്തിയുടെ പേര്? ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് അയാളുടെ പേര് എനിക്കറിയില്ല. പേര് വേണേ ഞാൻ നോക്കിയിട്ട് പറയാം. അയാളെ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഞാൻ അത് തന്നെയാണ് വളരെ കൃത്യമായി പറഞ്ഞത്. കള്ള അജണ്ടകൾ നടപ്പാക്കാൻ മാളത്തിൽ പോയി ഒടിക്കണം താങ്കളെ പോലുള്ളവർ. ഒരു വ്യക്തിയുടെ പേര് പറ. മുൻ പ്രേക്ഷകന്മാർ സംഘപരിവാർ ശ്രീ ബാലകൃഷ്ണൻ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഉണ്ടായ 2 സംഭവങ്ങളിലും നടപടി ഉണ്ടായി. താങ്കൾ എന്തിനു വെല്ലുവിളിക്കുന്നത്? അയാളുടെ പടം സഹിതം കാണിക്കുന്നുണ്ട്. അയാളുടെ പടം വേണമെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി കാണിക്കാം. അയാളുടെ പേര് വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ അയാളുടെ പേര് ഓർത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അയാളുടെ പേര് മൊത്തം പറയണമെന്ന് പറഞ്ഞ് ഈ കുട്ടികളെയാണ് ആക്രമിച്ചത്. ഇപ്പോൾ ഈ ചാനൽ ഇപ്പോൾ താങ്കൾ സ്ക്രീനിൽ നോക്കൂ. താങ്കൾ അയാളുടെ പടം ചിത്രം കൃത്യമായി കാണുന്നുണ്ട്. ഇതെന്ത് വിലപ്പോലെ? ഇതിൽ കൂടുതൽ ഞാനെന്ത് ചെയ്യണം? ലക്ഷ്യമാണ് താങ്കളുടെയൊക്കെ ലക്ഷ്യം. അത് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിന്റെ വ്യാപാരിയായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ഈ അജണ്ട നടപ്പായിരിക്കും. RSSകാരുടെ പേര് പറയണമെങ്കിൽ ശ്രീ ബാലകൃഷ്ണൻ, എന്റെ ഒരു ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ.
ഈ രാജ്യത്ത് ക്രിസ്മസ് ആഘോഷം നടത്തുന്നതിനോട് ചിലർ അസഹിഷ്ണുത കാണിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ? ഞാൻ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ? എനിക്ക് ശരിയാണോ രണ്ടും വിധത്തിലെ കേരളത്തിൽ ഈ പറഞ്ഞ ഞാൻ ചോദിച്ചൊരു ഉത്തരം പറയാം. അത് ശരിയാണോ തെറ്റാണോ? ഞാനത് വിലയിരുത്തല്ല പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇപ്പൊ RSS സംഘപരിവാറിന് എടുത്ത് ഞാൻ കേരളത്തിൽ ഇത് ചെയ്തത് RSS സംഘപരിവാറിനൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ RSSന്റെയും സംഘപരിവാറിന്റെയും ആശയങ്ങൾ പേറുന്ന ആളുകളാണ് പലപ്പോഴും ഉത്തരേന്ത്യയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കേരളത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുമ്പോൾ തന്നെ മുളയിലെ നുള്ളാൻ കേരളത്തിന് കഴിയുന്നുണ്ട്. അത്രേ ഉള്ളൂ കാര്യം. അതിപ്പോ ഗാന്ധിജിയെ കൊന്നത് RSS ആണെന്ന് പറഞ്ഞു നടക്കുന്നവരല്ലേ? ഔദ്യോഗികമായി എവിടെയെങ്കിലും രേഖയുണ്ടോ? ഉണ്ടോ? ബാലകൃഷ്ണൻ, താങ്കൾ ഈ ഗാന്ധിയെ കൊന്നതിന്റെ കഥയിലേക്കൊന്നും പോകണ്ട. നാഥുറാം വിനായക് ഗോഡ്സെക്ക് ഏത് ആശയധാരയോടാണ് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തിന് താങ്കൾ ഞാനത് തന്നെയാണ് ചോദിച്ചത് ശ്രീ ബാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞോ ഇതിനകത്ത് എവിടെയെങ്കിലും ഈ RSSകാരാണ് ഈ കേരളത്തിൽ ആക്രമണം നടത്തുന്നത്? പക്ഷേ സംഘപരിവാർ ആശയം പേറുന്നവർ പല നാടുകളിലും ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ശരി, ഓക്കെ, എന്തായാലും ആകട്ടെ ബാലകൃഷ്ണൻ, താങ്കളുടെ നടക്കട്ടെ. താങ്കൾക്ക് ഞാൻ ചോദിച്ചതിന് ഇപ്പോഴും ഉത്തരവില്ല. ഇത്തരം അസഹിഷ്ണുത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് താങ്കൾക്ക് ഒരു ഇല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം പോലും താങ്കൾക്കില്ല. അത് ഇന്ത്യൻ ഭരണഘടന താങ്കൾ അംഗീകരിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനിയെയും മുസൽമാനെയും ജൈനെയും പാഴ്സിയെയും എല്ലാം അംഗീകരിക്കണം. ശരി, ഓക്കെ ബാലകൃഷ്ണൻ, നടക്കട്ടെ. ഞങ്ങളുടെ RSSനാണോ ഗാന്ധിയെ കൊന്നെന്നുള്ള വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. താങ്കൾ ഈ വിഷയം പറയും. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കില്ല RSSനെ കൊന്നത് ഗാന്ധിയെ കൊന്നത് RSS ആണെന്ന്. ഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക ഗോഡ്സെയുടെ രാഷ്ട്രീയത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആശയധാരയെ കുറിച്ചും ഇന്ത്യക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. അതിന് നിങ്ങൾ 1000 വട്ടം വൈറ്റ് വാഷ് ചെയ്താലും അതൊന്നും വെളുത്തു വരില്ല. ശരി, ഓക്കെ ബാലകൃഷ്ണൻ. എന്തിന് ശ്രീ ബാലകൃഷ്ണൻ, അതാണ് ഇവിടെ ചർച്ചാ വിഷയം. എന്ത് അജണ്ട നടപ്പാക്കുന്നു? ഈ ഇന്ത്യ രാജ്യത്തെ വിഭജിക്കാൻ നോക്കിയാൽ ഞങ്ങൾ എതിർക്കും. അതിന് ആരായാലും എതിർക്കും. ദേശസ്നേഹം പറയുകയും ഇന്ത്യ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആരായാലും ഞങ്ങൾ എതിർക്കും. ഓക്കെ, ശരി ബാലകൃഷ്ണൻ. ശരി, ഓക്കെ. എന്തായാലും കേരളത്തിൽ ക്രിസ്മസ് ആഘോഷവും റംസാൻ ആഘോഷവും വിഷുവും എല്ലാം കൃത്യമായി തന്നെ നടക്കും. അതിനെ ആര് തടയാൻ നോക്കിയാലും അതൊക്കെ തിരിച്ച് പ്രതിരോധിക്കാനുള്ള ശേഷിയൊക്കെ ഉള്ള നാടാണ് ഇന്നും കേരളം. അവിടെ അതിനപ്പുറത്തേക്ക് ആ മതേതര ബോധം ഇന്നും കേരളത്തിൽ അതിശക്തമായി തന്നെ ഉണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ശ്രീ വിജയനാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ക്രിസ്മസ് ആഘോഷത്തോടൊക്കെ ഇത്ര അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം എന്താവും? നമസ്തേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇവിടെ ഞാൻ താമസിക്കുന്നത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഇടയ്ക്കാണ്. ഞങ്ങളിവിടെ നല്ല ഐക്യത്തോടു കൂടിയാണ് ഇവിടെ ഈ പരിപാടി എല്ലാം നടത്തുന്നതും എല്ലാവരുമായിട്ട് സഹകരിക്കുന്നതും. ക്രിസ്മസിന് ഞങ്ങൾ അവരുമായിട്ട് സഹകരിക്കും, ഓണത്തിന് അവർ ഞങ്ങളുടെ കൂടെ സഹകരിക്കും. എല്ലാം നടക്കുന്നുണ്ട്. ഒരു കൊല്ലക്കാരൻ ദിവസേന വന്നിരുന്നു കൊണ്ട് അങ്ങ് പറഞ്ഞേക്കുകയാണ് ഇത് സംഘപരിവാറാണ്, മറ്റേതാണ്, ഇതാണ്. ഇത് എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ കിട്ടിയിട്ട് വേണ്ടേ സാറേ ഇങ്ങനെയൊക്കെ വന്ന് പറയാം? എനിക്ക് തോന്നുന്നു അദ്ദേഹമൊക്കെ ഇച്ചിരി പക്വതയുള്ള രാഷ്ട്രീയക്കാരനാണ്. ഇന്നലെ മുതലേ വന്നിരുന്നങ്ങ് പറയുക. അത് എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഏതെങ്കിലും ഒരു തെളിവ് കിട്ടാതെ ചുമ്മാ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞില്ലേ സാറേ? 10-11 കൊല്ലമായിട്ട് മാറി നിൽക്കുകയല്ലേ അവർക്കൊരു പുല്ലും ചെയ്യാനൊക്കത്തില്ലല്ലേ? കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം വെടിയാണെന്ന് മനസ്സിലായി, ഇപ്പോഴാണ് മനസ്സിലായ ആളുകള്. നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം രാജ്യത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ അസഹിഷ്ണുത ഉണ്ടാക്കുന്നു. ഈ അസഹിഷ്ണുത ഉണ്ടാക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അല്ല, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളല്ലേ സാറേ? അതെങ്ങനെയാണ് കള്ളത്തരമാകുന്നത്? ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെയൊക്കെ വീഡിയോ അടക്കം താങ്കൾ ചാനലുകളൊക്കെ കണ്ടില്ലേ? പിന്നെ താങ്കൾ എങ്ങനെയാണ് ഇത് കള്ളത്തരമാണെന്ന് പറയുന്നത്? ഒരു തെളിവും കണ്ടില്ല. ഒരു തെളിവും താങ്കൾ കാണാത്തതിന്റെ കുഴപ്പമാണോ? ഇത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാര് ഇതിനെ ഒരു പ്രത്യേക രീതിയിലാക്കി ശ്രീ വിജയൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പുറത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ശ്രീ വിജയൻ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ ക്രിസ്മസ് ആഘോഷം നടത്തുന്നതിനെ ആരെങ്കിലും എതിർക്കുന്നു? ഇപ്പൊ താങ്കൾ ആരാണെന്ന് പറയണ്ട, എതിർക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ? അതൊന്ന് അത്രയെങ്കിലും പറ. അല്ല, എതിർക്കുന്നത് ശരിയല്ല. അതിന്റെ കാര്യം എന്താ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ചപ്പോഴേ സാറിനോട് പറഞ്ഞില്ലേ, ഇവിടെ നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്. കേരളത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. അത് നടന്നുണ്ടെന്ന് ഭരിക്കുന്നവരുടെ കുഴപ്പമല്ല, RSSകാരുടെയും BJPക്കാരുടെയും കുഴപ്പമല്ല.
ഇവിടെ ഭരണം നടത്തുന്നവരുടെ കുഴപ്പമാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞ കണ്ണൂർ എന്തും വേണ്ടി അക്രമങ്ങൾ നടത്തി. കണ്ണൂര് നമ്മുടെ വിഷയം കണ്ണൂർ അക്രമമല്ലോ മറ്റൊന്നുമല്ല. ഈ ഇന്ത്യൻ മതേതരത്വത്തിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളി, അത് ഇന്ത്യൻ മതേതര ഘടനയെ തന്നെ നശിപ്പിക്കാനുള്ള ശ്രമം, അതിനെതിരെ തന്നെയാണ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. ചർച്ച തുടരേണ്ടതുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന് ചേരുന്നത്. രാജ്യത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്കു നേരെ പല സ്ഥലങ്ങളിലും ആക്രമണം നടക്കുകയും അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. കേരളത്തിലും അത് ഉണ്ടാവുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് നാണക്കേടാകുന്ന ഒന്നുകൂടിയാണ്. ഇന്ത്യയിലാകമാനം ചില സ്ഥലങ്ങളിലുണ്ടാവുന്നതിൻ്റെ പതിപ്പ് കേരളത്തിൽ വരുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്തതുമാണ്. ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇപ്പൊ കുറച്ചു മുമ്പേ ആ ബാലകൃഷ്ണൻ വടകര എന്ന് പറഞ്ഞ ആള് വിളിച്ചപ്പോ കുറെ സമയം എടുത്തല്ലോ, 10 മിനിറ്റോളം എടുത്തു നയിക്കുന്നു. ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ശരി, 10 മിനിറ്റ് എടുത്തില്ല, പറഞ്ഞോളൂ. അല്ല, അദ്ദേഹം അത് ചോദിച്ചതിന്റെ ഒരു എന്താണ്, ഗാന്ധിജിയെ കൊന്നത് RSS ആണെന്ന് തെളിയിക്കാമെന്നല്ലേ ചോദിച്ചത്? അതല്ല നമ്മുടെ വിഷയം. അല്ല, നമ്മുടെ വിഷയം നിങ്ങളൊക്കെ ചർച്ച ചെയ്ത കാര്യം, അതിനെപ്പറ്റി ഒരു 2 വാക്ക് പറയണമല്ലോ. അതായത് ഈ ലോകത്ത് നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന RSSകാരൊക്കെ അവർ RSS ആണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും രേഖയുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് ഐഡന്റിറ്റി കാർഡോ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കാർഡോ അല്ലെങ്കിൽ അവരവരുടെ പേര് ഞങ്ങളുടെ RSSലെ ഈ യൂണിറ്റിൽ ഇത്രയും ആൾക്കാരാണ് മെമ്പർമാരെന്നും ഇത്രയും ആൾക്കാരാണ് അവരുടെ പേര് വിവരങ്ങൾ ഒരു പ്രസിദ്ധപ്പെടുത്താറില്ല. CPM-ന്റെ ഒക്കെ മെമ്പർഷിപ്പിന് ഇത് അങ്ങനത്തെ ഇതൊക്കെ ഉള്ളതാണ്. അതുപോലെ അല്ലല്ലോ RSSന്റെ കാര്യം. അതുകൊണ്ട് ബാലകൃഷ്ണൻ വടകര ഇങ്ങനെ ഗാന്ധിവധം പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത്. അതെന്താണ് സംഭവിച്ചത് നാട്ടുകാർക്കെല്ലാം അറിയാം. പിന്നെ തൊട്ടു മുമ്പ് വിളിച്ചാലും പറയുന്നത് അത് പിണറായി വിജയന്റെ കുഴപ്പമാകൊണ്ടാണ് ഇത് സംഭവിക്കുന്നല്ലേ പറഞ്ഞ്. അങ്ങനെ പിണറായി വിജയൻ ഈ മുൻകൂട്ടി അറിയാൻ പറ്റുമോ ഇവര് ക്രിസ്മസ് കരോളുകാരെ ആക്രമിക്കുമെന്നും? അതുകൊണ്ട് മുൻകൂട്ടി അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വെക്കാൻ പറ്റുമോ ആരെങ്കിലും? അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷെ കാര്യം വ്യക്തമാണ്. ഈ പറയുന്ന ആൾക്കാരൊക്കെ, ഈ പറയുന്ന മത തീവ്രവാദത്തിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ക്രിസ്മസ് കരോളായാലും മറ്റുള്ളവരുടെ മതക്കാരുടെ ആഘോഷങ്ങളായാലും അവർ പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ മന്ത്രി നേരിട്ട് ഇടപെട്ട് ഒരു സ്കൂളില് ക്രിസ്മസ് ആഘോഷം നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ? അത് കേരളത്തിലായോണ്ട് നടന്നു. വേറെ എവിടെയെങ്കിലാണ് അത് നടക്കുമോ? ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ പറഞ്ഞു ഒറീസയില് ക്രിസ്മസിന്റെ തൊപ്പിയും ഉടുപ്പും ഒക്കെ വിൽക്കുന്നവരെ ഓടിച്ചു എന്ന്. അവിടെ സർക്കാർ എന്തെങ്കിലും ഇടപെട്ടതായിട്ട് നമുക്ക് വാർത്തയുണ്ടോ? ഇല്ലല്ലോ. ഇതാ ഇപ്പോ ഒടുവിൽ വന്നേക്കുന്ന വാർത്ത, ഉത്തർപ്രദേശില് ക്രിസ്മസ് വേണ്ട, അവിടെ വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിച്ചാൽ മതി, അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷം നിരോധിച്ചതായിട്ടൊരു വാർത്തയുണ്ട്. നിങ്ങളൊക്കെ പ്രക്ഷേപണം ചെയ്തോന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ വായിച്ചു മനസ്സിലാക്കിയതാണ്. ക്രിസ്മസ് ആഘോഷം നിരോധിച്ചതായിട്ട് എവിടെയും വന്നിട്ടില്ല. നിരോധിച്ചാലെങ്കിലും അത് ക്രിസ്മസ് ആഘോഷമല്ല വേണ്ടത്, വാജ്പേയിയുടെ ജന്മദിനാഘോഷമാണ് വേണ്ടത്. വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് ഒരു സർക്കാരിന് തീരുമാനിക്കുന്നതിന്, ഒരു BJP സർക്കാരിന് അങ്ങനെ തീരുമാനം എടുക്കുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമില്ല. ക്രിസ്മസ് ആഘോഷം നിരോധിക്കോ അല്ലെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞാൽ മാത്രമാണ് അതൊരു വാർത്തയാണ്. ഉത്തർപ്രദേശിൽ എന്താണ് അവിടുത്തെ സർക്കാർ പറഞ്ഞിരിക്കുന്നത്? എന്താണ് അതിനെ പറ്റിയുള്ള വാർത്ത? എന്താണ് ഉത്തർപ്രദേശിലെ ഈ കാര്യത്തിൽ നിരോധിച്ചു എന്നൊരു വാർത്ത ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പരിശോധിക്കാം. ഞാൻ അങ്ങനെ ക്രിസ്മസ് ആഘോഷം നിരോധിച്ചു എന്നൊരു വാർത്ത ഞാൻ കണ്ടില്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാനത് കണ്ടിട്ടില്ല. ക്രിസ്മസ് ആഘോഷം അല്ല വേണ്ടത്, വാജ്പേയിയുടെ ജന്മദിനാഘോഷമാണ് വേണ്ടതെന്ന് അവിടുത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ടാണ് വാർത്ത. അതിനി എങ്ങനെയാവട്ടെ, അത് വാർത്തയൊന്ന് പരിശോധിച്ചോളൂ. ഞാനത് വായിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഈ പരിപാടി തുടങ്ങിയപ്പം ഈ ഇങ്ങനെ വാർത്ത ശരിയാണോ അല്ലയോ എന്ന് ഞാൻ ഒന്നുകൂടെ വെരിഫൈ ചെയ്തു. അപ്പം ഞാൻ ഈ കാണാൻ പറ്റി അങ്ങനെ വാർത്ത അല്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ അദ്ദേഹം പറഞ്ഞ വെർബാറ്റം എന്താണ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിരോധിച്ചു എന്നൊരു വാർത്ത ഞാൻ ഈ കയറുന്നതിന് മുമ്പ് ഒരു 4 മണി വരെയുള്ള വാർത്തകൾ ശ്രദ്ധിച്ചു. ആ സമയത്ത് നിരോധനം എന്നൊരു വാർത്ത എവിടെയും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ വൈകുന്നേരത്തെ വാർത്തയിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക അതെന്താണ് സംഭവം എന്ന്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഈ കാര്യത്തിൽ പറയാവുന്നത്, ഇപ്പോഴത്തെ കോർപ്പറേഷൻ, തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവര് വിചാരിക്കുന്നത് കേരളം മുഴുവൻ ഹിന്ദു രാഷ്ട്രമായി, അതുകൊണ്ട് എല്ലാവരെയും ആക്രമിച്ചു കളയാമെന്ന് അവർ വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ അടുത്ത കാലത്തല്ലേ ഇതുപോലുള്ള പ്രശ്നം ഉണ്ടായി വരുന്നത്. അതായത് വടക്കേ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലേക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാമെന്നും കോപ്പി ചെയ്ത് ഇവിടെ നടപ്പിലാക്കാമെന്ന് വിചാരിക്കുന്ന സംഘം വളർന്നു വരികയാണ്. ഇപ്പൊ ആൾക്കൂട്ടക്കൊലയൊന്ന് നടന്നു, അതിനകത്തുള്ളവരെല്ലാം മിക്കവാറും എല്ലാം സംഘപരിവാരകാണെന്നുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതി എന്താവും? അതുകൊണ്ട് കേരളം ചെയ്യേണ്ടത്, കേരളത്തിലെ ജനത ഒന്നടങ്കം ഇതിനെ എതിർക്കുകയും ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്യുക എന്നുള്ളത് സർക്കാരും ചെയ്യേണ്ട കാര്യമാണ്.
അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇതിനെ ഇങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഈ ഫോൺ ചെയ്യുന്നവരെ പൊതുവേദി പങ്കെടുപ്പിക്കുന്നവരെയൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. അവരെയും പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് അനുവദിക്കുന്ന കാര്യമില്ല, കേരളത്തിൽ പറ്റൂല എന്ന്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നമുക്കിപ്പോൾ പൊതുവേദിയിൽ വിളിക്കുന്ന ആളുകൾ അവരുടെ അഭിപ്രായമാണ് പറയുന്നത്. അത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് എതിരഭിപ്രായമാണോ എന്നുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ ആ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് യോജിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടോ ആ അഭിപ്രായത്തെ തടയാറില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്കും എല്ലാ മനുഷ്യനും ഉണ്ട്. അതിനെ എതിർത്തും പറയാം, അനുകൂലിച്ചും പറയാം. അതിലൊന്നും യാതൊരു തടസ്സവുമില്ല. അങ്ങനെ അവരെ അനുവദിക്കാതിരിക്കുക എന്നുള്ളതല്ല, എതിരാളിയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ രീതി. എന്തായാലും നമുക്ക് ഷാജിയാണ് കൊല്ലത്തുനിന്നും. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ ക്രിസ്മസ് ആഘോഷത്തോട് ഉള്ള അസഹിഷ്ണുത? ഉത്തരേന്ത്യയിലെ പല നാടുകളിൽ നിന്നും അത്തരം വാർത്തകളൊക്കെ വന്നിരുന്നു. കഴിഞ്ഞ കൊല്ലവും കേരളത്തിൽ നിന്ന് അത്തരം ചില വാർത്തകൾ വന്നു. ഈ കൊല്ലവും അത്തരം വാർത്തകൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പലരും പറഞ്ഞതുപോലെ ഈ ദേശീയ തലത്തില് മോഡിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ന്യൂനപക്ഷങ്ങളുടെ നേരെ ഒരു കടന്നാക്രമണം ഇന്ത്യയുടെ പല ഭാഗത്തും പല രീതിയിലും വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കേരളത്തില് BJPക്ക് ഇച്ചിരി ചില പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും ഒക്കെ മേൽക്കൈ നേടിയപ്പോൾ അതിന്റെയൊക്കെ ഒരു പിൻബലത്തോടെ മാനസികമായ ഒരു തയ്യാറെടുപ്പോടുകൂടി, മാനസികമായ ഒരു ധൈര്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ നടക്കുന്നത്. ഇത് ആരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരാരും കേൾക്കില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ സംഘപരിവാറിനകത്ത് 1,900 സംഘടനകളുണ്ട്. ഇതിന് ഈ നേരത്തെ പലരും പറഞ്ഞതുപോലെ തന്നെ ഇതിന് വ്യക്തമായൊരു രേഖകളൊന്നും ഉള്ളതായിട്ട് നമുക്കറിവില്ല. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ ക്ലാസ്സിൽ ഒരു ഇരട്ടകളുണ്ടായിരുന്നു. രണ്ടും ഒരേ കണക്കിരിക്കുക. എന്തെങ്കിലും അയലത്തെ വീട്ടിലൊക്കെ പോയി മാവേലൊക്കെ എറിഞ്ഞാൽ ഒരാളെ പിടിച്ച് അധ്യാപകൻ അടിക്കാൻ പിടിക്കുമ്പോൾ അയാൾ പറയും ഞാനല്ല സാറേ മറ്റവനാന്ന് പറയും. അയാളെ പിടിക്കും പറയും മറ്റവനാന്ന് പറയും. അവസാനം ക്ലാസ് ടീച്ചർ ഒരു പേരിട്ടു, മറ്റവനും മറിച്ചവനും എന്ന്. ഇതാരും തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നതുപോലെയാണ് ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവർ ഏക്കത്തുമില്ല. എന്നാ ഇവർ തന്നെ ചെയ്യുന്നത് ഇത് മുട്ടിലെഴഞ്ഞ് ഈ കിരീടം വെച്ചവരൊക്കെ ഒരു വിഷയം ഉണ്ടാവട്ടെ, ഒരു കമ്മ്യൂണൽ ഒരു പോളറൈസേഷൻ ഉണ്ടാവട്ടെ, ഇവരുടെയൊക്കെ രൂപവും സ്വഭാവവും എല്ലാം മാറും. അതാണ് മണിപ്പൂരിൽ കണ്ടത്. അതിനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ വിജയൻ ചേട്ടൻ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് സമാധാനത്തോടെ ജീവിക്കുന്നത് നല്ല കാര്യം. പക്ഷേ വിജയൻ ചേട്ടൻ അങ്ങനെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ക്രിസ്ത്യൻ മേഖലയായതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ പതുക്കെ മനസ്സുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നാണ് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് തോന്നുന്നത്. അവസരം പാത്തിരിക്കുന്നവരാണ്. എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക. ഇത് അപ്പോഴപ്പോഴും നുള്ളണം, അപ്പോഴപ്പോഴും ഗവൺമെന്റ് തലത്തിൽ നടപടിയെടുക്കണം. ഇല്ലെങ്കിൽ വളരെ വിദൂരമല്ല ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നമ്മുടെ സമാധാനത്തിന്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ നാട്ടിൻ്റെ സമാധാനാന്തരീക്ഷത്തെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി, മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വിദ്വേഷം കോരിയിടാൻ വേണ്ടി ചിലർ ശ്രമിക്കും എങ്ങനെ കാണുന്നു? പക്ഷേ എനിക്ക് എന്തോ സംശയമുണ്ട്. കാരണം ഈ അടുത്ത വർഷം ഇവിടെ ഭരിക്കുന്നത് ആ CPM-കാരല്ലേ? CPM-കാർ ആ നാട്ടിലുണ്ടാവുമല്ലോ. ആ BJP-ക്കാർ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് ഈ ബജരംഗ ദൾ ആ ഒരു ടീമുണ്ട്. അവരിപ്പോ ഈ അടുത്ത കാലത്ത് കിരൺ ബാബു മനസ്സിലാക്കൽ, ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ ഒരു അഭിപ്രായം പറയപ്പോ പാലായിന്ന് വിളിച്ച ചങ്ങായി എന്റെ അച്ഛനും പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലേ? അത് ഈ ബജരംഗക്കാരനാണ്. അതുപോലത്തെ ടീമുകൾ ഈ BJP-ക്കാരും ആർക്കും ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷെ ഇതെന്തോ തട്ടിപ്പുണ്ട്. ഇത് ശരിക്കും ഞാനൊരു CPM-കാരുടെ നാട്ടിൽ ജീവിച്ചിരിപ്പില്ലേ കാസർഗോഡ്? CPM ജീവിച്ചിരിക്കുന്ന നാട്ടിലെ നടക്കാൻ പാടില്ല. CPM-കാർ ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് BJP-ക്കാരുടെ ഇങ്ങനത്തെ ഉടായ്പ നടത്താൻ അനുവദിക്കുമല്ലോ. അപ്പൊ എന്തോ ഉടായ്പ തട്ടിപ്പുണ്ട് കിരൺ ബാബു. നമുക്ക് അന്വേഷിച്ചിട്ട് നിങ്ങൾ അന്വേഷിച്ചോ കൃത്യമായിട്ട്. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനായിരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, രാജ്യത്ത് എല്ലാ മതക്കാർക്കും ജീവിക്കാനും ആഘോഷങ്ങൾ നടത്താനും ആരാധന നടത്താനും എല്ലാം അവകാശമുള്ളൊരു നാടാണ്. അങ്ങനെയുള്ളൊരു നാട്ടിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആഘോഷങ്ങൾക്കെതിരെ ഹാലിളകി ചിലർ വരുന്നത് അതിനെ അംഗീകരിക്കാൻ കഴിയുമോ? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല സാറേ. നമസ്കാരം. കേരളത്തെ ഒരു കലാപ ഭൂമിയാക്കി കാണാൻ വേണ്ടി കുറെ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. മണിപ്പൂർ കണ്ടില്ലേ? അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഇവിടുത്തെ കേരളത്തിൽ ഇപ്പൊ ആരാണോ ഭരിക്കുന്നത്, അതല്ലെങ്കിൽ കേന്ദ്രത്തിലാണോ ഭരിക്കുന്നത്, അവരത് നിർത്തലാക്കുന്നത് നല്ലതായിരിക്കാം. കാരണം ക്രിസ്മസും ഓണവും അതുപോലെ തന്നെ ഈസ്റ്ററും അതുപോലെ വിഷു ദീപാവലി എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ഇല്ലാത്ത വിഷുവും ദീപാവലിയൊക്കെ ഇവിടെ എത്രയോ പേര് പടക്കം പൊട്ടിച്ചു ആഘോഷിക്കുന്നു. ആരാണ്ട് നിരോധിക്കുന്നുണ്ടോ? നമ്മളെല്ലാം അതിനകത്ത് പങ്കെടുക്കുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും ഇത് അനുവദിക്കുന്നതല്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നും.
ശ്രീ ഡേവിഡ് വിജയ്, ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധാരണ ആരും മതവും ജാതിയും ഒന്നും നോക്കാറില്ല. എല്ലാവരുടെയും ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുന്നു. അതിൽ വലിയ പ്രത്യേകിച്ച് ചില ആഘോഷങ്ങളൊക്കെ ഈ ക്രിസ്മസ് ഒക്കെ പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ കുട്ടികളൊക്കെ വളരെ ആവേശപൂർവ്വം പങ്കെടുക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഫെസ്റ്റിവലാണ്. അവിടേക്ക് കൂടി ചിലർ വർഗീയത കലർത്താൻ ശ്രമിക്കുന്നതിനെ താങ്കൾ എങ്ങനെയാണ്? കലർത്താൻ ഇതിൽ രാഷ്ട്രീയമൊന്നും ഇല്ല. വടക്കേ ഇന്ത്യയിൽ ഞാനിപ്പോ ഗുജറാത്തിലായിരുന്നു ഒരു ക്രിസ്മസിന്. ഇപ്പൊ ഇക്കൊല്ലം അവിടെ ഇല്ല. പലപ്പോഴും ഞാൻ ജാംനഗറിലായിരുന്നു. അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ സെലിബ്രേഷൻ അറിയോ ക്രിസ്മസിന്റെ? ആ പള്ളിയുടെ തൊട്ടിപ്പുറത്ത് എന്തോ ഒരു സംഘടനയാണ്, എന്താണ് ABVP ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഓഫീസ്, അതിന്റെ മതിലിന് തൊട്ടിപ്പുറത്താണ്. എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ഇത് ചില പോക്കറ്റ്സിൽ ചില ജമീന്ദാർമാരുണ്ട്, അവർക്ക് അവരുടേതായ ഒരു ചൂഷണ വ്യവസ്ഥയുണ്ട്. അവരുടെ അധകൃതരും മറ്റുള്ളവരും പാവപ്പെട്ടവരൊക്കെ എന്നും താഴെക്കടയിലുള്ളവരായിട്ട് കിടക്കണം. അവർ ഒരു മതത്തിന്റെ പേരിലും കടന്ന് തുള്ളിച്ചാടാനോ ഒരു ഇതിലും പങ്കെടുക്കാനോ പറ്റില്ല എന്നുള്ളത്. RSSന് നേരത്തെ ഒരു ചങ്ങായി ഇങ്ങടുത്ത് ചൂടാവുന്ന കണ്ടു. RSSനെയും BJP ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ താമസിക്കുന്ന അവരുടെ ഇടയിൽ എന്റെ ചുറ്റുവട്ടമൊക്കെ തന്നെ RSS അവരൊക്കെ വളരെ കോപ്പറേറ്റ് ഇതിൽ പങ്കെടുക്കുന്നവരാണ്. ഞാൻ അദ്ദേഹം കേരളത്തെ മറ്റു രീതിയിലും ഒക്കെ സംസാരിച്ചു. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തൊന്നുമില്ല, എല്ലാ സ്ഥലത്തുമില്ല, ഒരിക്കലുമില്ല. ശ്രീ ഡേവിഡ് വിജയ്, വടക്കേ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും എല്ലാ ഇതര മതക്കാരനെ കണ്ടാൽ അവന്റെ മതം നോക്കി അവനെ സ്നേഹിക്കുകയോ സൗഹൃദം ചേരുകയോ അല്ലെങ്കിൽ ശത്രുവായി കാണുകയോ ചെയ്യുന്നവരല്ല. അല്ലല്ല, ഒരിക്കലും അല്ല. ഇതിപ്പോ ഞാൻ പ്രത്യേകിച്ച് ഗുജറാത്തിലുള്ളതുകൊണ്ട് പറയും. അവിടെയാണെങ്കിൽ ചർച്ചസിലൊക്കെ വലിയ നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. ശ്രീ റജീനയാണ് പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റജീന, താങ്കളുടെ അഭിപ്രായം വളരെ വേഗത്തിൽ പറയാം. സാർ നമസ്കാരമുണ്ട്. നമസ്കാരം സാർ. RSSകാരുടെ ശത്രു എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും രണ്ട് ക്രിസ്ത്യാനികളാണ്. അപ്പൊ പരസ്യമായിട്ട് അവരത് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥിതിക്ക് അവര് ഇത്രയും തരത്തിലുള്ള ആ ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു നിലപാട് തന്നെ അവർക്ക് വരുള്ളൂ അല്ലേ? അപ്പൊ ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മതേതര സ്വഭാവത്തിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ബോധപൂർവം അവര് അക്രമം അഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. RSSന്റെ സ്വാധീനമുള്ള സ്കൂളുകളൊക്കെ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഭൂരിപക്ഷം ഉയർന്നത് ഈ നാട്ടിൽ എല്ലാ മതക്കാർ വിഭാഗത്തിൻ്റെയും ആഘോഷങ്ങളും ആരാധനയും എല്ലാം നടത്താനുള്ള അവകാശമുണ്ട്. അതെല്ലാം കൂടി ചേരുന്നതാണ് ഈ നാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ നാടിൻ്റെ നിലനിൽപ്പ് തന്നെ അങ്ങനെയാണ്. എല്ലാവരുടെയും നാടാണിത്. ഏതെങ്കിലും ഒരു ആളുകളുടെ മാത്രം അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം നാടല്ല. ഏതെങ്കിലും ഒരു വിഭാഗം ഈ നാടിൻ്റെ ശത്രുക്കളുമല്ല. എല്ലാവർക്കും തുല്യ അവകാശമുള്ള ഈ നാട്ടിൽ എല്ലാവർക്കും തുല്യരായി തന്നെ കഴിയാൻ നമ്മുടെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. ആ അവകാശം, ആ ഉറപ്പ് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായിരിക്കണം നമ്മുടേത്. അപൂർവം ചിലരെങ്കിലും മറിച്ച് അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി.